ഞാൻ നാസർ പൊന്നാട്, ചാനൽ 5+ലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് ആയിക്കോട്ടെ. കാലവർഷം നേരത്തെ എത്തി സംഹാര താണ്ഡവമാടുകയാണ്. അതിനു മുൻപ് തന്നെ ഏറെ കൊട്ടിഘോഷിച്ച നാഷണൽ ഹൈവേ ഇപ്പോൾ ഇന്റർനാഷണൽ ഗർത്തമായി മാറുകയും ചെയ്തപ്പോൾ എന്ത് CPMന്റെ ഒരു പതിവ് പ്രസ്താവന, നമ്മൾ സാധാരണ കേൾക്കുന്ന ഒരു പ്രസ്താവന ഉണ്ടല്ലോ, ഇതിന് പിന്നിൽ പ്രത്യേകിച്ചും മലബാർ പ്രദേശത്തെ SDPI ജമായത്ത് മത തീവ്രവാദികളുടെ തീവ്രവാദ പ്രഭവ കേന്ദ്രമാണ് എന്ന പ്രസ്താവന എന്തേ വരാത്തത് എന്ന് കാത്തിരിക്കുമ്പോഴാണ് ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് പ്രഖ്യാപനം വരുന്നത്. ഉടനെ തന്നെ CPM ജില്ലാ സെക്രട്ടറിയുടെ പ്രസ്താവന ഒപ്പം തന്നെ ഇറങ്ങി. നിലമ്പൂരിൽ ഞങ്ങൾക്ക് ജമായത്ത് SDPI തീവ്രവാദികളുടെ വോട്ട് വേണ്ട. ഒരു കാര്യം ജില്ലാ സെക്രട്ടറി പ്രത്യേകം ശ്രദ്ധിച്ചു കേട്ടോ, RSSന്റെ വോട്ട് വേണ്ട എന്ന് പറയാതിരിക്കാൻ. ഇത് ഞാൻ ആമുഖമായി പറഞ്ഞു എന്നേ ഉള്ളൂ. നമുക്ക് ഇലക്ഷനിലേക്കൊരു കടക്കാം. ഇനിയാണ് കളികളും കാലുമാരലും തീവ്രവാദവും ന്യൂനപക്ഷ മർദ്ദവും ഒക്കെ വരാനിരിക്കുന്നത്. നിലമ്പൂരിലെ MLAയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരിൽ ഒരാളുമായിരുന്ന PV അൻവർ പിണറായി വിജയനോട് പിണങ്ങി MLA സ്ഥാനം രാജിവെച്ചതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ കാരണം. 2016 ഇടതുപക്ഷ പിന്തുണയോടെ മത്സരിച്ച് കോൺഗ്രസിന്റെ കുത്തകയായി ഏകദേശം 3 പതിറ്റാണ്ടിലധികം ആര്യാടൻ മുഹമ്മദ് നിലനിർത്തിയിരുന്ന ഈ മണ്ഡലത്തിൽ നിന്ന് 11,504 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനും, അതിനുശേഷം 2021 ഭൂരിപക്ഷം കുത്തനെ കുറഞ്ഞ് 2,700 വോട്ടിനും കഷ്ടിച്ച് അൻവർ ജയിച്ച മണ്ഡലമാണ് നിലമ്പൂർ. 3 പതിറ്റാണ്ട് കാലം കോൺഗ്രസ് നേതാവ് ആര്യാടൻ മുഹമ്മദിന്റെ കുത്തകയായിരുന്ന മണ്ഡലം അദ്ദേഹത്തിന്റെ മകൻ ആര്യാടൻ ഷൗക്കത്തിനെ പരാജയപ്പെടുത്തിയാണ് അൻവർ ആദ്യമായി MLA ആകുന്നത്. അതേ അൻവർ ഇന്ന് ഐക്യ ജനാധിപത്യ മുന്നണി ക്യാമ്പിലെ മിന്നുന്ന താരമാണ് ഈ നിമിഷം വരെ കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ എന്താണെന്ന് എനിക്കറിയില്ല. ഈ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയനും CPMും അതോടൊപ്പം BJPക്കുമൊക്കെ ഒരുപോലെ മുഖ്യ ശത്രു ഐക്യ ജനാധിപത്യ മുന്നണിയല്ല, PV അൻവറാണ്. കാരണം പിണറായി വിജയനെയും മകനെയും ഒക്കെ, മക്കളെയും അതുപോലെ മരുമകനെയും ഒക്കെ വ്യക്തിപരമായും, അതുപോലെ തൃശ്ശൂർ പൂരം കലക്കി സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ കൂട്ടുനിന്ന് BJPയുടെയും പിണറായി വിജയന്റെയും ഇഷ്ടക്കാരനുമായ ADGP അജിത് കുമാറിനെയൊക്കെ പച്ചക്ക് വിമർശിച്ച് PV അൻവർ പിണറായി വിജയനും BJPക്കും ഒരുപോലെ ശത്രുവാണ്. കാരണം രണ്ടാളിന് വേണ്ടപ്പെട്ട ആളുകളെ പിന്നാലെയാണ് അൻവർ കൂടിയിരിക്കുന്നത്. ഈ കൂട്ടുകെട്ടിന്റെ ഏറ്റവും മുന്തിയ തെളിവായിരുന്നു ഈ അൻവറിന്റെ പ്രസ്താവനയ്ക്ക് ശേഷം പിണറായി വിജയൻ തിരക്കിട്ട് ഡൽഹിയിൽ പോയി മലപ്പുറം ജില്ലാ തീവ്രവാദികളുടെയും കള്ളക്കടത്തുകാരുടെയൊക്കെ കേന്ദ്രമാണെന്ന് ഹിന്ദു പത്രത്തിലൂടെ വെളിപ്പെടുത്തിയത്. UDFന്റെ സ്ഥാനാർത്ഥി VS ജോയി ആണോ ആര്യാടൻ ഷൗക്കത്താണോ എന്ന് ചിലപ്പോൾ ഇത് സംപ്രേഷണം ചെയ്യുന്നതിന് മുന്നേ തന്നെ ചിലപ്പോൾ പ്രഖ്യാപനം ഉണ്ടാകാം. ഇന്നിപ്പോൾ നാളെ ആകുമ്പോഴേക്ക് ചിലപ്പോൾ ആരാ സ്ഥാനാർത്ഥിയൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഈ കോൺഗ്രസിൽ നിന്ന് ആരെയെങ്കിലും അടർത്തി മാറ്റം കിട്ടുമോ എന്ന് തക്കം നോക്കിയിരിക്കുകയാണ് CPM അവരെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ. UDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച ശേഷമായിരിക്കും CPM സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക. മലപ്പുറം ജില്ല മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണെന്ന് കൊട്ടിഘോഷിക്കുമ്പോഴും മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ നിയോജക മണ്ഡലം ഹിന്ദു ഭൂരിപക്ഷ മണ്ഡലമാണ്. ഇവിടെ 45.8% ഹിന്ദു വോട്ടർമാരുള്ളപ്പോൾ അതിനേക്കാൾ 43.9% മുസ്ലിങ്ങളും 10.8% ക്രിസ്തുമത വിശ്വാസികളുമാണ് ഉള്ളത്. തമിഴ്നാടിനോട് അതിർത്തി പങ്കിടുന്ന പ്രകൃതി രമണീയമായ നിലമ്പൂർ മണ്ഡലത്തിൽ നല്ല ഒരു ശതമാനം ആദിവാസി സമൂഹവുമുണ്ട്. ഇവിടെ 7 പഞ്ചായത്തും ഒരു മുനിസിപ്പാലിറ്റിയുമാണ് ഉള്ളത്. അതിൽ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയും പോത്തുകല്ലും അമരമ്പലവും ഇതിൻ്റെ ഇടക്കരി ഉണ്ടായിരുന്നു കേട്ടോ. അമരമ്പം പഞ്ചായത്തും ഇടതുമുന്നണിയും ചുങ്കത്തറ, എടക്കര, വഴിക്കടവ്, കരുളായി, മൂത്തേടം പഞ്ചായത്തുകൾ ഐക്യ ജനാധിപത്യ മുന്നണി ഭരണം നടത്തുന്നു. മണ്ഡലം നിലവിൽ വന്ന് ആദ്യ തെരഞ്ഞെടുപ്പിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ തൊഴിലാളി യൂണിയന്റെ പ്രമുഖ നേതാവ്, അദ്ദേഹത്തിന് തുലനം വെക്കാൻ ഒരു നേതാവിന് ഇല്ല, സഖാവ് കുഞ്ഞാലിയായിരുന്നു അവിടെ നിലമ്പൂരിൽ ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ തന്നെ വിജയിച്ചത്. ഈ കുഞ്ഞാലി തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിലും കുഞ്ഞാലി ഇതേ വിജയം തന്നെ നിലനിർത്തി. എന്നാൽ 1969 ജൂലൈ 28 സഖാവ് കുഞ്ഞാലി അതിദാരുണമായി കൊല്ലപ്പെട്ടു. ആര്യാടൻ മുഹമ്മദാണ് കൊലയാളി എന്ന് CPM വിശ്വസിക്കുകയും പ്രചരണം നടത്തുകയും ചെയ്തു. അന്ന് EMSന്റെ മന്ത്രിസഭയിലെ മന്ത്രി സഖാവ് ഇമ്പിച്ചു വാവ നിലമ്പൂർ ഗസ്റ്റ് ഹൗസിൽ തന്നെ ക്യാമ്പ് ചെയ്തിട്ടാണ് ഈ കേസ് അന്വേഷണത്തിനും എല്ലാത്തിനും വേണ്ടി നേതൃത്വം നൽകിയത്. ആര്യാടൻ മുഹമ്മദ് അടക്കമുള്ളവരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ആര്യാടൻ മുഹമ്മദ് എനിക്ക് തോന്നുന്നു 1 വർഷത്തോളം അദ്ദേഹം ജയിൽവാസം അനുഷ്ഠിക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് തെളിവിൻ്റെ അഭാവത്തിൽ മുഴുവൻ പ്രതികളെയും കേസ് വെറുതെ വിടുകയാണ് ചെയ്തത്. ഇന്ത്യയിൽ തന്നെ ഒരു MLA ആയിരിക്കുമ്പോൾ കൊല്ലപ്പെടുന്ന ആദ്യത്തെ സംഭവമാണ് കുഞ്ഞാലി.
കുഞ്ഞാലിയുടെ കൊലപാതകം. എന്നിട്ടും അന്വേഷണം കുറ്റമറ്റ രീതിയിലാക്കി പ്രതികളെ ശിക്ഷിക്കാൻ കഴിയാതെ വന്നതിന് പിന്നിൽ അന്ന് CPM-ന്റെ ഭരണം കൂടിയാണെന്ന് ആലോചിക്കണം. CPM-ന്റെ ചില പ്രമുഖരുടെ തന്നെ കറുത്ത കൈകൾ ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കുന്നവർ CPM-രും അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ധാരാളം പേരുണ്ട്. ഇത്രയും ഒരു ദാരുണമായ കൊലപാതകം തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ സാധാരണഗതിയിൽ ഒരു സഹതാപ തരംഗം ആഞ്ഞടിക്കേണ്ടതാണ് എന്ന് കരുതിയെങ്കിലും CPM-ന്റെ ആ നിലമ്പൂരിലെ സീറ്റ് കോൺഗ്രസ് പിടിച്ചടക്കുകയാണ് ചെയ്തത്. പിന്നീട് ഒരു മാർക്സിസ്റ്റുകാരൻ നിലമ്പൂരിൽ നിന്ന് ഇന്ന് വരെ ജയിച്ചിട്ടില്ല. ഇനിയിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഒരു മാർക്സിസ്റ്റ് പാർട്ടിയെ നിർത്തോ, റിബലിനെ നിർത്തോ, കോൺഗ്രസ് നിന്ന് മറ്റൊരിടത്ത് ചാടിപ്പോയിനെ നിർത്തോ നമുക്കറിയില്ല. 1980 ആന്റണി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയോട് കോൺഗ്രസ് ഐയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് 6400 പരം വോട്ടിന് പരാജയപ്പെട്ട TK ഹംസ 82 TK ഹംസ DCC പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ നിലമ്പൂരിലെ കോൺഗ്രസ് സീറ്റ് നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇടതുപക്ഷ സ്വതന്ത്രനായി മത്സരിച്ച് 1566 വോട്ടിന് ഭൂരിപക്ഷം TK ഹംസ ജയിച്ചു. 1980 നായനാർ മന്ത്രിസഭയിൽ അംഗമാകാൻ വേണ്ടി അതിനു മുമ്പ് അവിടെ MLA ആയിരുന്ന C ഹരിദാസിനെ രാജിവെപ്പിച്ച് ആര്യാടൻ മുഹമ്മദ് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിച്ചു. അതുവരെ കുഞ്ഞാലിയുടെ ഘാതകരായി മുദ്രകുത്തി അകറ്റി നിർത്തിയിരുന്ന ആര്യാടനെ പുണ്യവാളനാക്കാൻ CPM-ന് ഒരു മടിയുണ്ടായില്ല. അതുവരെ കൊലപാതകി എന്ന് പറഞ്ഞു നടന്നിരുന്ന ആര്യാടന് വേണ്ടി പ്രചരണം നടത്താൻ വേണ്ടി കുഞ്ഞാലിയുടെ ഭാര്യയെ വരെ അവർ രംഗത്തിറക്കി. പിന്നീട് 2016 അതുവരെ കള്ളക്കടത്തുകാരനും ഭൂമാഫിയയും കൊലപാതകയുമൊക്കെ CPM പ്രചരണം നടത്തിയിരുന്ന കോൺഗ്രസ്സുകാരനെ PV അൻവറിനെ CPM സ്ഥാനാർത്ഥിയാക്കുകയും കോൺഗ്രസിനുള്ളിലെ ചില കാലുവാരലും അതൊക്കെ സ്ഥിരമായിട്ടുള്ളതാണല്ലോ, പടലപ്പിണക്കവും കാരണം ഇടതുപക്ഷ സ്വതന്ത്രനായി അൻവർ 11,504 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ആര്യാടൻ ഷൗക്കത്തിനെ പരാജയപ്പെട്ടു. തുടർന്ന് 21 തിരഞ്ഞെടുപ്പിൽ അൻവറിന്റെ ഭൂരിപക്ഷം നേരെ കുറഞ്ഞു. പിന്നീടാണ് അൻവറിന്റെ കൂറുമാറ്റവും വെളിപ്പെടുത്തലും. ശേഷം നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇതേ മണ്ഡലത്തിൽ ശ്രീമതി പ്രിയങ്ക ഗാന്ധിക്ക് 65,137 വോട്ടിന്റെ മൃഗീയ ഭൂരിപക്ഷം ഈ നിലമ്പൂരിൽ തന്നെ ജയിച്ചു. സഖാവ് കുഞ്ഞാലിക്ക് ശേഷം CPM ഇവിടെ പച്ച തൊട്ടിട്ടില്ല. ജയിച്ചു വന്നവരൊക്കെ കോൺഗ്രസ്സുകാരും മുൻ കോൺഗ്രസ്സുകാരുമാണ്. നിലമ്പൂരിലെ പരാജയം ഒരു സിറ്റിംഗ് സീറ്റ് നഷ്ടപ്പെടുന്നതിലുപരി അത് അൻവറിന്റെ വിജയമായി കാണുന്ന മാർക്സിസ്റ്റ് പാർട്ടി എങ്ങനെയെങ്കിലും ജയിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോവും. അതിൻ്റെ ടെസ്റ്റ് ഡോസാണ് ഇതുവരെ മലപ്പുറം ജില്ലയിൽ DPയുടെ ഒരു പരിപാടിക്കൊന്നും പങ്കെടുക്കാത്ത വെള്ളാപ്പള്ളി നടേശൻ ഒരു സുപ്രഭാതത്തിൽ നിലമ്പൂരിൽ വരികയും മലപ്പുറത്തെ ഹിന്ദുക്കൾ മുഴുവൻ ശ്വാസം മുട്ടിയാണ് ഇവിടെ ജീവിക്കുന്നത്, ഇത് മറ്റൊരു രാജ്യമാണ് എന്നൊക്കെ വിവാദ പ്രസ്താവന നടത്തുകയും ചെയ്തത്. മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളും CPI അടക്കം അതുപോലെ പല സംഘടനകളും വെള്ളാപ്പള്ളിയുടെ ഈ വർഗീയ പരാമർശത്തെ വിമർശിച്ചപ്പോൾ വെള്ളാപ്പള്ളിക്ക് പൊന്നാട അണിയിക്കാൻ വേണ്ടി പിണറായി വിജയനും മന്ത്രിസഭയിലെ 4 പ്രമുഖ മന്ത്രിമാരും പിണറായി വിജയൻ്റെ അവിടെ പോവുകയും നാക്കിൽ സരസ്വതി ദേവി കുടികൊള്ളുന്ന നല്ലത് മാത്രം പറയുന്ന വ്യക്തിയാണ് വെള്ളാപ്പള്ളി എന്ന് പിണറായി പ്രത്യേകം പ്രസംഗിച്ചത് നമ്മൾ കേട്ടതാണല്ലോ. അതായത് സരസ്വതി ദേവിയുടെ അനുഗ്രഹമുള്ള നാക്കിൽ നിന്ന് വന്ന മഹത് വചനമാണ് വെള്ളാപ്പള്ളി മലപ്പുറത്ത് പ്രസംഗിച്ചത് എന്നർത്ഥം. മുസ്ലിം സമുദായത്തിൻ്റെ വോട്ട് എന്തായാലും CPM നഷ്ടപ്പെട്ടു എന്ന് അവർക്ക് ഉറപ്പായ സ്ഥിതിക്ക് കോൺഗ്രസിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഹിന്ദു ക്രിസ്ത്യൻ വോട്ടുകളിൽ കണ്ണു നട്ടാണ് പിണറായിയുടെ ഈ പുതിയ വെളിപ്പാട്. CPM-നെ സഹായിക്കാൻ BJP ഇത്തവണ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയെ നിർത്തണ്ട എന്നാണ് തീരുമാനിച്ചത്. പക്ഷെ അത് BJPക്കുള്ളിൽ തന്നെ ഒരു കടുത്ത എതിർപ്പിന് ഇടയാക്കിയിട്ടുണ്ട് എന്നറിയാൻ കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ ആരെങ്കിലും ഒരാളെ മിക്കവാറും അത് നമ്മുടെ വെള്ളാപ്പള്ളിയുടെ മോനൊക്കെയുള്ള മറ്റു കക്ഷികൾക്ക് കൊടുക്കാനാണ് സാധ്യത. ആളെ ബോധ്യപ്പെടുത്താൻ അപ്രസക്തനായ ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ച് മുഖം മറക്കാനുള്ള ശ്രമവും ഉണ്ടായിക്കൂടായികയില്ല. ആര്യാടൻ ഷൗക്കത്താണ് സ്ഥാനാർത്ഥിയെങ്കിൽ ശശികല കുളം കലക്കാനൊക്കെ എത്താനുള്ള സാധ്യതയുമുണ്ട്. ഭരണവിരുദ്ധ വികാരവും പാവപ്പെട്ട തൊഴിലാളികളുടെ ആനുകൂല്യത്തിന് വേണ്ടി തെരുവിൽ ഇറങ്ങുമ്പോൾ ആശാസമരമൊക്കെ നമ്മൾ കണ്ടതാണ്. അവരോടൊക്കെ നിങ്ങൾ കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി മനസ്സിലാക്കണം, അത് മെച്ചപ്പെടുമ്പോൾ നിങ്ങൾക്ക് ശമ്പളം കൂട്ടിത്തരാം, ആനുകൂല്യം കൂട്ടിത്തരാം എന്നൊക്കെ പറഞ്ഞ ആളുകൾ അതിൻ്റെ വാർത്ത വന്ന് മഷി ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ 100 കോടി രൂപ ചിലവഴിച്ച് വാർഷിക മാമാകം നടത്തിയതും പിണറായി വിജയൻ്റെ ഫ്ലക്സ് വെക്കാൻ മാത്രം 50 കോടിയോളോ 15 കോടി ഇത്രയും ഇപ്പോൾ കൃത്യമായിട്ട് ഓർമ്മയില്ല, അതിന് ലോൺ എടുത്തിട്ട് അത് വെച്ചതും അതുപോലെ തന്നെ PSC മെമ്പർമാരുടെ ശമ്പളം 5 ലക്ഷത്തിനോട് അടുത്തോളം വർദ്ധിപ്പിച്ചതും ഈ മഴക്കാലമായതുകൊണ്ട് തിരുതാന്നാണ് വരുന്നത്. നമ്മളെ ഡൽഹിയിലുണ്ടല്ലോ ഒരാളെ പ്രതിഷ്ഠിച്ചിന് ക്യാബിനറ്റ് റാങ്കിൽ, അയാൾക്കൊക്കെ ശമ്പളവും മറ്റ് ആനുകൂല്യമൊക്കെ കൂട്ടിക്കൊടുത്തതൊക്കെ നിലമ്പൂരിലെ പ്രബുദ്ധരായ ജനങ്ങൾ വിലയിരുത്തും എന്ന് തീർച്ചയാണ്.
ഈ ആളെ കൂട്ടാൻ വേടനെ വരെ ഇറക്കാൻ പറ്റുമോ എന്ന ആലോചനയിലാണ് മലപ്പുറത്തെ CPM. പക്ഷേ കോൺഗ്രസിലെ ഗ്രൂപ്പ് വൈരാഗ്യങ്ങളും പാരവപ്പും നിർത്തി യാഥാർത്ഥ്യ ബോധത്തോടെ തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ ഇടതുമുന്നണിയുടെ ജനവിരുദ്ധ വികാരത്തിന് ലഭിക്കുന്ന കനത്ത പ്രഹരമായിരിക്കും നിലമ്പൂരിലേത്. അതിൽ ആര്യാടൻ ഷൗക്കത്താണോ ജോയിയാണോ സ്ഥാനാർത്ഥിയെന്നും ഈ രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും മാനസികമായി പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകുമോ എന്നും അതോടൊപ്പം PV അൻവർ എന്തെങ്കിലും നിലപാടിൽ മാറ്റം വരുത്തുമോ എന്നൊക്കെ ഇനി നമുക്ക് അടുത്ത ദിവസങ്ങളിൽ നോക്കിക്കാണാം. ബൈ.